വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക, അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അതിനുള്ള ഒരു വെളുത്ത കളറുള്ള ഒരു പൊടി പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് ക്യാബേജ് ആട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാബേജ് ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ പകുതി പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ, മക്കളൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എരിവ് ചേർക്കട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിനും അതേപോലെ തന്നെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ഇനി നമുക്ക് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസിൻ്റെ നനവെണ്ണ മതിയാകും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു നനവെണ്ണ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് മക്കൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ മുണ്ടാതെക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ സൗണ്ടിൽ സംസാരിക്കും, അപ്പോൾ അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റിൻ്റെ ഒക്കെ വലുപ്പത്തിൽ ഓരോ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതല്ലാതെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചെറിയൊരു പാൻ ആയതുകൊണ്ട് തന്നെ 3 എണ്ണം വെച്ചിട്ടാട്ടോ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ അല്ലാതെ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കാം. കാരണം നമ്മളിതിലോട്ട് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഈവനിങ്ങിലും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇത് 2 ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ കണ്ടില്ലേ, പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.